ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബീസ് വ്ളോഗ്സ്. നമുക്കിന്നിവിടെ നമ്മുടെ അഗാരോ റീഗൽ പ്ലസ് എയർ ഫ്രയറിൽ ഒരു പ്രോൺസ് ഫ്രൈ ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കിലോഗ്രാം പ്രോൺസ് നല്ല കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈയിടെ എന്നോട് ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചു, അഗാരോ റിഗൽ പ്ലസ് എയർ ഫ്രയറിൽ ഒന്നും ഉണ്ടാക്കുന്നില്ലേ എന്ന്. ഞാൻ മിക്കവാറും അതിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ വീഡിയോ അങ്ങനെ എടുത്തിടുന്നില്ല. ഇപ്പോഴേ ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. ഇനി നമുക്കിത് ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പ്രോൺസ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതൊന്ന് എടുത്ത് നോക്കാം. ഇത് കണ്ടോ, ഇത് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണ്ടിയവർ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായതുകൊണ്ട് കുരുമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ മൈദയുടെയും കോൺഫ്ലവറിൻ്റെയും അളവെന്ന് പറയുന്നത് ഈ പ്രോൺസിൽ ഇത് നന്നായിട്ടൊന്ന് കോട്ടായി കിട്ടണം. ഇപ്പോൾ ഇതായത് കണ്ടോ, ഇവിടെ നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇതിലേക്ക് ആവശ്യമായ പൊടികളെല്ലാം ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഇനി ഈ പ്രോൺസ് ഫ്രൈ ചെയ്യുമ്പോൾ ചുരുണ്ട് പോകാതിരിക്കാനായിട്ട് ഇതിലേക്കൊരു ഈർക്കിൽ കയറ്റി കൊടുക്കാം. പച്ച ഈർക്കിലാണ് ഇതിന് എടുക്കുന്നത്. അതിൻ്റെ ഒരു വശം ഒന്ന് കൂർപ്പിച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഇതുപോലെ ഒന്ന് കയറ്റി കൊടുത്താൽ മതി. ഈർക്കിലിന് ഒരല്പം നീളം വയ്ക്കുകയാണെങ്കിൽ അതിൽ പിടിച്ച് നമുക്കിത് കഴിക്കാനും പറ്റും. ലോലിപോപ്പ് തിന്നുന്നത് പോലെ ഈ ഈർക്കിലിൻ്റെ അറ്റത്ത് പിടിച്ച് നമുക്കിത് കഴിക്കാൻ പറ്റും. ഇതിന് നമുക്ക് പ്രോൺസ് ലോലിപോപ്പ് എന്ന് പേരുവിടാം. കണ്ടോ, ഈ ഒരെണ്ണം ഞാനിവിടെ കയറ്റി കഴിഞ്ഞു. അടുത്ത പ്രോൺസ് കൂടി നമുക്ക് ഈർക്കിൽ കയറ്റാം. ഇങ്ങനെ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ കയറ്റി അങ്ങേയറ്റം വരെ ഒന്ന് ഇറക്കണം. പ്രോൺസിൽ ന്യൂട്രിയൻസും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ധാരാളമുണ്ട്. അതുകൊണ്ടിത് നല്ല ഹെൽത്തിയാണ്. ഇത് പിന്നെ എയർ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഒട്ടും എണ്ണയൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ഒന്ന് ഈർക്കിൽ കയറ്റിയെടുക്കാം. പ്രോൺസ് എല്ലാം ഞാനിവിടെ ഈർക്കിൽ കയറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത് കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞ ലോലിപോപ്പ് പോലെയെന്ന്. ഇനി ഞാനിവിടെ കുറച്ച് കോൺഫ്ലെക്സ് ഒരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഈ ഈർക്കിൽ കയറ്റി വെച്ചിരിക്കുന്ന പ്രോൺസ് ഈ കോൺഫ്ലെക്സിലൊന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇങ്ങനെ ഈ കോൺഫ്ലെക്സിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. എല്ലാ പ്രോൺസും ഞാനിവിടെ കോൺഫ്ലെക്സ് കോട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് നമ്മുടെ അഗാരോ റിഗൽ പ്ലസ് എയർ ഫ്രയറിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഈ പ്രോൺസ് ഓരോന്നായിട്ട് നമുക്ക് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിത് ഒരു 3 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത എയർ ഫ്രയറാണ്. പ്രോൺസ് എല്ലാം ഞാനിവിടെ എയർ ഫ്രയറിൽ വെച്ചു. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഈ ഓയിൽ ബ്രഷ് ചെയ്യുമ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിനുവേണ്ടിയാണ് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് എയർ ഫ്രയർ അടയ്ക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇനിയും ഷ്രിമ്പ് എന്നുള്ള പ്രീസെറ്റ് മെനുവാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോൾ 180 ഡിഗ്രി 8 മിനിറ്റാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി അത്രയും സമയം പോരാ, കുറച്ചുകൂടെ വേണ്ടി വരും. എങ്കിലും നമുക്ക് അത്രയും വെച്ച് നമുക്ക് ഇനി ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ പ്രോൺസ് വെച്ചിട്ട് 4 മിനിറ്റായി. ഇനി ഇതൊന്ന് പോസ് ചെയ്യാം. ഇനി ഈ എയർ ഫ്രയർ ഒന്ന് തുറന്നിട്ട് നമുക്ക് ഈ പ്രോൺസ് ഓരോന്നും ഒന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. പ്രോൺസ് എല്ലാം ഞാനിവിടെ തിരിച്ചു വെച്ചു. ഇനി ഈ വശത്തുകൂടി നമുക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിലും ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം എയർ ഫ്രയർ അടയ്ക്കാം. ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ള 4 മിനിറ്റ് കൂടി ആകട്ടെ. നമ്മുടെ സമയം ഇവിടെ 8 മിനിറ്റ് കഴിഞ്ഞു. എയർ ഫ്രയർ ഓഫായി, അതിൻ്റെ ഫാനും ഓഫായി. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇത് ആയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. അല്പം കൂടെ ആകാനുണ്ട്. ഒന്നുകൂടി നമുക്ക് എയർ ഫ്രയർ അടച്ചു വയ്ക്കാം. ഇത് ഓൺ ചെയ്യാം. എന്നിട്ട്
ഷ്രിമ്പ് തന്നെ ഒന്നുകൂടി സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 8 മിനിറ്റ് കൂടി ഇത് ഇരിക്കട്ടെ. ഇതിവിടെ 4 മിനിറ്റായി. ഇനി അതൊന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് തുറന്ന് നോക്കാം ഇത് ആയിട്ടുണ്ടോയെന്ന്. ഇതിപ്പം ആയിട്ടുണ്ട്. ഒന്ന് ക്രിസ്പി ആയി കിട്ടിയേച്ചാൽ മതി. നമുക്കിത് ഒന്നുകൂടി ഒന്ന് മറിച്ച് വെക്കാം. പുറമൊന്ന് ക്രിസ്പി ആയി കിട്ടുന്നതിന് വേണ്ടി ഞാനിവിടെ ബ്രോയിൽ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വയ്ക്കുകയാണ്. നമ്മുടെ സമയമെല്ലാം ഇവിടെ കഴിഞ്ഞു. ഞാനിവിടെ ഷ്രിമ്പ് സെലക്ട് ചെയ്ത് 12 മിനിറ്റ് വെച്ചു. അതുപോലെ ബ്രോയിൽ സെലക്ട് ചെയ്ത് 5 മിനിറ്റ്. അങ്ങനെ ടോട്ടൽ 17 മിനിറ്റാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇപ്പം നല്ല റെഡി ആയിട്ടുണ്ട്. എയർ ഫ്രയർ ഓഫായി. ഇനി നമുക്ക് നമ്മുടെ പ്രോൺസ് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി പ്രോൺസ് എയർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പിയാണ്. അതുപോലെ തന്നെ ഇത് നല്ല ഹെൽത്തിയുമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇവിടെ എൻ്റെ 5ഉം 3ഉം വയസ്സുള്ള കൊച്ചുമക്കളാണ് ഇതിന് പ്രോൺസ് ലോലിപോപ്പ് എന്ന് പേരിട്ടത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെയും തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ. ലവ് യു ഓൾ.